നിങ്ങൾ 20,000 റുപ്പീസിൽ മൂവീസ്, TV സീരീസ്, യൂട്യൂബ് വീഡിയോ, ക്രിക്കറ്റ്, ഫുട്ബോൾ ഒക്കെ കാണാൻ വേണ്ടി ദി ബെസ്റ്റ് ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ലെനോവോ ടാബ് പ്ലസ് ആയിരിക്കും ആ ഒരു ടാബ്ലറ്റ്. ഞാൻ ഇന്നേ വരെ ഒരു ടാബ്ലറ്റിലും കാണാത്ത പല യുണീക്ക് ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ലെനോവോട് ഈ ഒരു ടാബ്ലറ്റ് അയച്ചു തരാൻ പറഞ്ഞു, അവർ അയച്ചു തന്നു. സോ ഈ ഒരു വീഡിയോ ലെനോവുമായുള്ള കൊളാബറേഷൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആയതുകൊണ്ട് ഈ ടാബിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങുന്നുണ്ടോ വാങ്ങുന്നില്ലേ അതല്ല മെയിൻ. ഈ ടാബ്ലറ്റിൽ നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് ഫസ്റ്റ് സ്പെഷ്യൽ അല്ലെങ്കിൽ സീക്രട്ട് ഫീച്ചർ. ദാ കണ്ടില്ലേ, ഈ ഒരു ടാബ്ലറ്റിൽ ഇൻബിൽഡ് ആയിട്ട് ഒരു മെറ്റൽ കിക്ക് സ്റ്റാൻഡ് ലെനോവോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ബിൽറ്റ് ഇൻ കിക്ക് സ്റ്റാൻഡ് ഉള്ള ഒരു ടാബ്ലറ്റ് കണ്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ ഇത് ലോ ക്വാളിറ്റി സംഭവമൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിക്ക് സ്റ്റാൻഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അതിനുള്ള കാരണമാണ് ഇതിൻ്റെ അകത്ത് മെറ്റൽ ഹിഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ 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 ഏത് ആംഗിളിൽ വേണമെങ്കിലും ഈ ഒരു ടാബ്ലറ്റ് വെക്കാൻ പറ്റും. പിന്നെ ഇതാ കണ്ടില്ലേ, ഈ ഒരു ടാബ്ലറ്റ് കംപ്ലീറ്റ് മെറ്റലിന്റെ ബിൽഡിലാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് അത്യാവശ്യം ഹെവിയാണ്. അതായത് ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ പറ്റൂല. നോർമലി ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ വെയിറ്റ് 100 ഗ്രാം കൂടുതലാണെന്ന് പറയാം. ഒരു രക്ഷയില്ലാത്ത ബിൽഡാണ്. എത്ര വളയ്ക്കാനും ഒടിക്കാനും നോക്കിയാലും പറ്റില്ല. ഓക്കെ, കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു സോളിഡ് സ്റ്റേഡി ബിൽഡിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. ടാബിന്റെ മേളിൽ ഇവിടെ വോളിയം റോക്കർ ഉണ്ട്, ഡ്യുവൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് മൈക്രോ SD കാർഡ് സ്ലോട്ട്. വൈഫൈ ഓൺലി ടാബ് ആണ്, സോ നിങ്ങൾക്ക് ഇതിൽ സിം ഇടാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിലാണ് പവർ ബട്ടൺ. നമ്മൾ നോർമലി ടാബ്ലറ്റ് ഇങ്ങനെയും പിന്നെ ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെയും പിടിക്കാറുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൽ ഇവിടെ ബമ്പ് കണ്ടോ, ചെറിയൊരു ബമ്പ് ഉള്ളതുകൊണ്ട് എൻ്റെ സജഷൻ ആയിരിക്കും ഇങ്ങനെ പിടിക്കുന്നതാണ് ബെസ്റ്റ്. ഓക്കെ, ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കാം, അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇതായിരിക്കും ബെസ്റ്റ് പൊസിഷൻ. ഈ ഒരു ബമ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുമല്ലോ, അങ്ങനെ പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഈവൻ റൈറ്റ് ഹാൻഡിലും ഇങ്ങനെ പിടിക്കാൻ പറ്റും. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ബമ്പ് കൊടുത്തിരിക്കുന്നത് എന്നല്ലേ, 2 റീസൺസ് ഉണ്ട്. നമ്പർ 1 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന 8600 mAh വലിയ ബാറ്ററി. സെക്കൻഡ് റീസൺ ഞാൻ വഴിയെ പറഞ്ഞുതരാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് ലൈറ്റ് ആൻഡ് മോഡറേറ്റ് യൂസിൽ ഈസിലി 2 തൊട്ട് 2.5 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഫുൾ ടൈം ക്രിക്കറ്റ് വാച്ചിങ്, യൂട്യൂബ് വീഡിയോ, മൂവീസ്, TV സീരീസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് കഴിയുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ വേണ്ടി പേടിക്കേണ്ട, ലെനോവോ ചാർജർ മുക്കിയിട്ടില്ല. ബോക്സിൽ തന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. സോ അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റ് ചാർജ് ചെയ്യാം. നല്ല ക്രിസ്പ്, ക്ലിയർ ആൻഡ് ഷാർപ്പ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 2K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. LCD പാനലാണ്. ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്കൊരു വിൻഡോ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കാം. ഫ്ലോട്ടിംഗ് വിൻഡോ മോഡിൽ യൂസ് ചെയ്യാം. താഴെ ടാസ്ക് ബാറും കൊടുത്തിട്ടുണ്ട്. 11.5 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഈസിലി ചെയ്യാൻ പറ്റും. വീട്ടിനുള്ളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും, അതായത് ഇൻഡോർ ആണെങ്കിലും ഈവൻ ഔട്ട്ഡോർ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറവായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷേ നോർമലി നമ്മൾ ടാബ്ലറ്റ് ഇങ്ങനെ ഔട്ട്ഡോർ യൂസിന് വേണ്ടി കൊണ്ടുപോകാറില്ല. ഞാൻ ആക്ച്വലി ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക 3rd ODI ഉണ്ടല്ലോ, ആ കംപ്ലീറ്റ് 3rd ODI ഞാൻ ഇവിടെയാണ് കണ്ടത്. ഇന്ത്യയുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ, അത് വേണ്ട. വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ്, അതായത് മാച്ച് വ്യൂയിങ് എക്സ്പീരിയൻസ്, അതായത് വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്ക്രീൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാം കളർ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നീണ്ട ആർട്ടിക്കിളൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത്രയും വലിയ ഡിസ്പ്ലേയിൽ ഷോർട്സ് ആൻഡ് റീൽസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കോ ആണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. നോ ഇഷ്യൂസ്. ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്നറിയാം, ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമുക്കൊരു പരിധി വരെ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയിലൂടെ നിങ്ങളെ അറിയിക്കാൻ പറ്റും. പക്ഷേ ഓഡിയോ ക്വാളിറ്റി ഉണ്ടല്ലോ, അതായത് സ്പീക്കർ പെർഫോമൻസ്, അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ലാത്ത മാരക സ്പീക്കർ പെർഫോമൻസ് ആണ് ഈ ഒരു ടാബ്ലറ്റ് തരുന്നത്. അത്യാവശ്യം പ്രീമിയം പ്രൈസ് റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്സ് ഉണ്ടല്ലോ, അതിനേക്കാളും നല്ല സ്പീക്കർ പെർഫോമൻസ് ഈ ഒരു ടാബ്ലറ്റ് തരുന്നുണ്ട്. സോ ഇത് അവെഞ്ചേഴ്സ് എന്ന സിനിമയുടെ ഒരു സീനാണ്. ഇപ്പൊ തോർ അങ്ങോട്ട് ഇങ്ങനെ പറന്നു പോകും, നോക്കണേ. യെസ്, ഹെഡ്ഫോൺസോ ഇയർഫോൺസോ ഒന്നും വേണ്ട. കറക്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതായത് ഒരു സ്പേഷ്യൽ സൗണ്ട്. ഇതിന്റെ സ്പീക്കറിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ ഫീൽ കിട്ടും. വോളിയം ഉണ്ടല്ലേ, അപാര വോളിയമാണ്. എത്ര വോളിയം കൂട്ടിയാലും ഈവൻ 100% വെച്ചാലും പൊട്ടലും ചീറ്റലും ഒന്നുമില്ല. ഓക്കെ, സോ അമേസിങ് സ്പീക്കേഴ്സ്. അതിനുള്ള കാരണമാണ് ഇതിലുള്ള കണ്ടില്ലേ, JBL ട്യൂൺ ചെയ്തിരിക്കുന്ന 4 ട്വീറ്റേഴ്സ് 4 സബ് വൂഫേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ബമ്പ് ഉള്ളതിന്റെ 2ാമത്തെ റീസൺ ഇതാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു ബെഡിൽ വെച്ചിട്ട് ദൂരെ പോയി നിന്നാലും മാറി നിന്ന് വർക്ക് ചെയ്താലും നോ ഇഷ്യൂസ്. നല്ല വോളിയം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈസിലി ന്യൂസ് ആണെങ്കിലും പാട്ടാണെങ്കിലും കേൾക്കാൻ പറ്റും. ഇവിടെ തീരുന്നില്ല. കണ്ടില്ലേ, ഈ പാട്ട് പ്ലേ ആവുന്നത് ഈ ഒരു ഫോണിലാണെങ്കിലും സൗണ്ട് വരുന്നത് ഈ ഒരു ടാബ്ലറ്റിൽ നിന്നാണ്. കാരണം നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 3.5 mm ഹെഡ്ഫോൺ ജാക്കും ലെനോവോ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഹാപ്പി അല്ലേ? ഇതാണ് ഈ ടാബിന്റെ 8 മെഗാ പിക്സൽ മെയിൻ ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ. ഇതാണ് 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസ്. ഇതിന്റെ മെയിൻ ക്യാമറയുടെ കൂടെ ഒരു ഫ്ലാഷും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഈ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയേനെ. ഇപ്പോഴും ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടി ഇതിന്റെ ക്യാമറ യുഐയിൽ പ്രത്യേകം ഒരു ടാബ് കൊടുത്തിട്ടുണ്ട്. അതാ കണ്ടില്ല, ഇതാണ് റിസൾട്ട്. പിന്നെ ഇതിന്റെ ക്യാമറ യുഐയിൽ ഗൂഗിൾ ലെൻസ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽസ് ടാപ്പ് ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ കോളിംഗും പിന്നെ വാട്സാപ്പ് വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, മീറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു സെൽഫി വീഡിയോ പെർഫോമൻസ് ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ ടാബ് ഫേസ് അൺലോക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ലോണം വർക്ക് ആവുന്നുണ്ട്, നോ ഇഷ്യൂസ്. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 കൂടെ ആകെയുള്ള ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഈ കാണുന്ന WS ഓഫീസ് ആയിരുന്നു. പിന്നെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോൾഡർ ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടപ്പ് ചെയ്തപ്പോൾ. ഞാൻ ഹോം സെറ്റിംഗ്സിൽ പോയപ്പോൾ അത് ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ടേൺ ഓഫ് ചെയ്തു. ടേൺ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോൾഡറും ഇല്ല. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ സെറ്റിംഗ്സിൽ ആ ഒരു ഫീച്ചറും കാണുന്നില്ല, എല്ലാം ഔട്ട് കംപ്ലീറ്റ്ലി. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഓഫ് ചെയ്തേക്ക്. എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം സെറ്റിംഗ്സ് പോയല്ലോ. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ലെനോവോ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ലെനോവോയുടെ തന്നെ ഈ കാണുന്ന ലെനോവോ വാൻറ്റേജ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ പോയാൽ ബേസിക് ഫീച്ചേഴ്സ് പഠിക്കാം. കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യണമെങ്കിലും ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് സ്റ്റാൻഡ് ബൈ മോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്പ്ലേയിൽ ഇത്തരത്തിലുള്ള ടൈം അല്ലെങ്കിൽ കാലണ്ടർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. യെസ്, ബാറ്ററി കൺസംഷൻ കൂടും ഫോർ ഷുവർ. 2K റെസൊല്യൂഷനിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം. ലെനോവോയുടെ തന്നെ ഒരു പെൻ ഉണ്ട്, അതായത് സ്റ്റൈലസ് അല്ലെങ്കിൽ പെൻ ഉണ്ട്. ഇതിന്റെ കൂടെ കിട്ടത്തില്ല, സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. അതിനുള്ള സപ്പോർട്ടും ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നുണ്ട്. ഈ PC മോഡിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ടാബ്ലറ്റ് കംപ്ലീറ്റ്ലി ഒരു PC ആയി മാറിയിട്ടുണ്ട്. അതായത് ഇന്റർഫേസ് വിൻഡോസ് പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, താഴെ ടാസ്ക് ബാർ ഉണ്ട്, ലെഫ്റ്റിൽ സ്റ്റാർട്ട് ബട്ടൺ, ഇവിടെ ആപ്ലിക്കേഷൻസ് കാണാം, റൈറ്റ് സൈഡിൽ ടൈമും നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വിൻഡോ ഉണ്ടോ, ആ വിൻഡോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡയറക്ട്ലി ഈ ടാബ്ലറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വീണ്ടും അങ്ങോട്ടും വീണ്ടും ഇങ്ങോട്ടും. ബേസിക്കലി എക്സ്റ്റെൻഡഡ് ഡിസ്പ്ലേയുടെ ഓപ്ഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ലെനോവോയുടെ ഫ്രീ സ്റ്റൈൽ എന്ന ആപ്ലിക്കേഷൻ കണ്ടോ, ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈവൻ മിററും ചെയ്യാൻ പറ്റും, കണ്ടില്ലേ. പിന്നെ ഇത് കേട്ടോ, മഴയുടെ സൗണ്ട്, ലൈറ്റ് മ്യൂസിക്, കടല്, ഇടിയും മിന്നലും. ചിലർക്ക് ഉറങ്ങുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ വേണം, ഈ മഴ വീഴുന്ന സൗണ്ടൊക്കെ വേണം. ചിലർ പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വൈറ്റ് നോയ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ അത് ഇൻബിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. കുറേ വെറൈറ്റി ഉള്ള ഓഡിയോസ് ഉണ്ട്. ഈ ടാബിന്റെ പെർഫോമൻസ് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അതായത് MediaTekന്റെ ഹീലിയോ G99 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ടാബിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും അതൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം ഭയങ്കര ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതായത് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഒരുപാട് ഔട്ടൊക്കെ എടുക്കണം, എക്സ്പോർട്ട് ചെയ്യണം. 25,000 അതിൻ്റെ മേളിലുള്ള ടാബ്ലറ്റ്സ് നോക്കിയാൽ മതി. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസ് ആണ് 20,999. ഇപ്പം എനിക്ക് തോന്നുന്നു ആമസോണിൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. 2,000 റുപ്പീസിൻ്റെ SBIയുടെ ഡിസ്കൗണ്ട് ഒക്കെ കിടപ്പുണ്ട്. 19,000 റുപ്പീസിൽ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ TV സീരീസ്, മൂവീസ്, യൂട്യൂബ് വീഡിയോസ്, ന്യൂസ്, ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ നല്ല ഓഡിയോ ക്വാളിറ്റി സഹിതം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഫീച്ചർ പാക്ഡ് ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലെനോവോ ടാബ് പ്ലസ് ചെക്കൗട്ട് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദിസ് യുവർ ഫ്രണ്ട് Mr. Perfect Tech signing off. Goodbye.